വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു അടിപൊളി റെസിപ്പി കാണാം. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള വെജിറ്റബിൾ പുലാവ്. ഇത് ബാസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന പുലാവിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെറുതെ പറയുമല്ല, അത് കഴിച്ച് നോക്കിയാൽ തന്നെ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഡയറ്റിലുള്ളവർക്കുമൊക്കെ ഡെയിലി ഗോതമ്പിൻ്റെ കഞ്ഞിയും ദോശയും ഉപ്പുമൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. ഒരു ബിരിയാണിയൊക്കെ കഴിച്ച ഫീലാണ്, എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുറച്ച് എണ്ണയിലോ നെയ്യിലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, നമ്മൾ സേമിയൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ അളവിലാണ് പറയുന്നത്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നേരിട്ട് ഇങ്ങനെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഞാനൊന്നത് കഴുകും. അപ്പം ഇതൊന്ന് 2 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഞാൻ നിവർത്തിയിട്ടൊന്ന് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നേരത്തെ കഴുകി ഒന്ന് ഉണക്കി വെച്ചിരുന്നതാണ്. ഈ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ വലിപ്പം ഇച്ചിരി കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് എടുത്തിട്ട് വേണം കഴുകാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറച്ച് കൂടും ആ കഴുകുന്ന സമയത്ത്. അപ്പോൾ 1 കപ്പ് അളന്നെടുത്തിട്ട് അതൊന്ന് 2 വെള്ളത്തിൽ കഴുകി ഒന്ന് ഉണക്കി എടുത്തിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ല കഴുകണം എന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയും റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കഴുകുന്നതിന് മുന്നേ ഉള്ള വലിപ്പം. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. കളറൊക്കെ ഒന്ന് ഡാർക്കായിട്ട് ഈ ഒരു കളറായി നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് പുലാവിനായിട്ടുള്ള വെജിറ്റബിൾ മസാലയും റെഡിയാക്കാം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആദ്യം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകും 4 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു സ്റ്റാർ അനീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ 2 ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരെണ്ണം ഇട്ടാൽ മതി, എൻ്റെതിന് തീരെ മണം ഇല്ല, അതുകൊണ്ടാണ് 2 ഇട്ടത്. ചെറിയ തീയിൽ നല്ലൊരു മണം വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇതുപോലെ വഴറ്റി ഒരു കളറൊക്കെ ഒന്ന് നേർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൊത്തി അരിഞ്ഞിടുമ്പോഴാണ് ഒരു ടേസ്റ്റ്. ഇത് ഇത്രയും ചേർത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരണം. ആ മണം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും പിന്നെ കോളിഫ്ലവറും കുറച്ച് ഗ്രീൻ പീസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒരു 1/4 കപ്പ് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയും വെജിറ്റബിൾസ് ഇടുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഒക്കെ ഞാൻ ചെറുതായിട്ടാണ് ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത്. കോളിഫ്ലവർ കുറച്ച് വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ആദ്യമേ തന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ക്യാപ്സിക്കവും. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നമുക്ക് തെറ്റാതെ യൂസ് ചെയ്യാം. അപ്പോൾ പൊടികളിട്ട് ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടെ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒരു പ്രഷർ കുക്കറിൽ ചെയ്താൽ മതി. ഞാനിതിപ്പം വീഡിയോ എടുക്കുമ്പോൾ നല്ലപോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പാനിൽ ചെയ്തത്. അപ്പോൾ ആദ്യം മുതലേ നെയ്യിടുന്ന മുതലേ ഉള്ള സ്റ്റെപ്സ് എല്ലാം പ്രഷർ കുക്കറിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ച് നമുക്കെല്ലാം കുക്ക് ചെയ്തും എടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ച് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴുകാതെ റോസ്റ്റ് ചെയ്ത നുറുക്ക് ഗോതമ്പാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കഴുകുന്ന സമയത്ത് ഇത് കുറച്ച് കുതിരും, അതുകൊണ്ടാണ് 2.25 കപ്പ് മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊരു 2 വിസിലിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആവി പോയിട്ട് വേണം ഇത് തുറന്ന് നോക്കാനായിട്ട്. നല്ല മണമാണ് കേട്ടോ ഇത് തുറക്കുമ്പോഴത്തേക്കുമൊക്കെ, നല്ല കൊതി വരുന്നൊരു മണമാണ്. അതുപോലെ ഈ തുറക്കുമ്പോൾ കുറച്ചൊരു വെള്ളമയം പോലെ തോന്നും. അത് നമ്മൾ കുറച്ച് നേരം വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് പോകും. ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല വിട്ട് എന്നാൽ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വീണ്ടും കാണുന്നവരേക്കും ബൈ.